മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് മുന്നിൽ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രതിഷേധം എത്തിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് തലസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടക്കുന്നത്. വസതിക്ക് മുന്നിൽ നിന്ന് തന്നെ BJPയുടെ പ്രതിഷേധം കാണാം. ബാരിക്കേഡിന് മുന്നിൽ ഇപ്പോഴും സംഘടിച്ച പ്രവർത്തകർ നിൽക്കുന്നത് കാണാം. 5ലേറെ തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും തിരിഞ്ഞു പോകാതെ പ്രവർത്തകർ നിൽക്കുന്നു. ഒരു വശത്ത് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. ഇന്നലെ മന്ത്രി എടുത്ത നിലപാടിലടക്കം വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. വിഷയത്തെ നിസ്സാരവൽക്കരിച്ച് വീഴ്ച മറയ്ക്കാൻ മന്ത്രിമാർ നടത്തിയ ശ്രമമാണ് ഒരു ജീവൻ എടുക്കാൻ കാരണമെന്ന ആരോപണം ശക്തമാണ്. ഇന്നും മന്ത്രി VN വാസവനടക്കം ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് മുന്നിൽ ദൃശ്യങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന രോഗികളുടെ പ്രതികരണങ്ങളൊക്കെ ഇങ്ങനെ യാഥാർത്ഥ്യമായി നിലനിൽക്കുകയാണ്. ഗൗരവമേറിയൊരു വീഴ്ച തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. കാലപ്പഴക്കമുണ്ടെന്ന് 12 വർഷം മുൻപ് കണ്ടെത്തിയ ഒരു കെട്ടിടം, അവിടെ നിന്ന് ആളുകളെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി? ഒരു പുതിയ കെട്ടിടം പണിതിട്ടും അതിന് ഉദ്ഘാടന മാമാങ്കത്തിനായി അത് കാത്തുവച്ചിരിക്കുകയായിരുന്നു. എന്താണ്, എവിടെയാണ് വീഴ്ച വന്നത്? ഈ വിഷയങ്ങളിലടക്കം സർക്കാർ, ആരോഗ്യമന്ത്രി മറുപടി പറയേണ്ടതാണ്. മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. പോലീസ് നേരെ പ്രവർത്തകർ തിരിയുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ പോലീസ് സന്നാഹം എന്തായാലും മന്ത്രിയുടെ വസതിക്ക് പരിസരത്തായി ഉണ്ട്. മന്ത്രിക്കെതിരെ ഇന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങളുടെ കടുപ്പം അത് വ്യക്തമായിരുന്നു. ഇന്നലെ ഈ സംഭവം നടന്ന മണിക്കൂറുകൾക്കകമുണ്ടായ പ്രതിഷേധങ്ങൾ ഈ നിമിഷവും അണയുന്നില്ല. സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ സംഘടനകൾ, യുവജന സംഘടനകളൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടും ആളിക്കത്തുകയാണ് പ്രതിഷേധം. പലയിടത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. കോൺഗ്രസിന്റെയും BJPയുടെയും ലീഗിന്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ പലയിടത്തായി അരങ്ങേറുന്നുണ്ട്. അതിനിടയിൽ മന്ത്രിമാർക്ക് സർക്കാരിന് പിന്തുണയുമായി, ന്യായീകരണവുമായി പലരും രംഗത്ത് വരുന്നുണ്ട്. പക്ഷേ ആ ന്യായീകരണങ്ങളെ, ഇന്നലെ മന്ത്രിമാർ ആ പൊളിഞ്ഞ കെട്ടിടത്തിന് മുൻപിൽ നിന്ന് പറഞ്ഞ കള്ളങ്ങളെ എല്ലാം അപ്പാടെ പൊളിക്കുന്ന പ്രതികരണങ്ങൾ ഇന്നലെ മുതൽ തന്നെ ആ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന രോഗികൾ നൽകുന്നുണ്ട്. ഉപയോഗിക്കാത്ത, അടഞ്ഞു കിടന്ന, മാലിന്യം തള്ളുന്ന ഇടമാണെന്ന് മന്ത്രി VN വാസവനും മന്ത്രി വീണ ജോർജും പറഞ്ഞ കെട്ടിടത്തിൽ അതേ ശുചിമുറിയിൽ പോയി കുളിച്ചവരും ആ ശുചിമുറി ഉപയോഗിച്ചവരുമായ രോഗികളുണ്ട്. സ്വന്തം മകനെ കട്ടിലോടെ എടുത്ത് ഓടേണ്ടി വന്നു, പേടിച്ച് വിറച്ചെന്ന് പറഞ്ഞ ഒരു അമ്മയുടെ പ്രതികരണം ഇന്നലെ കണ്ടതാണ്. അപ്പോൾ മന്ത്രിമാർ പറഞ്ഞ കള്ളം പൊളിക്കുന്ന എല്ലാ പ്രതികരണങ്ങളും ഇന്നലെ ആ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ വന്നതാണ്. അതുകൊണ്ട് ഇന്ന് പറഞ്ഞു നിൽക്കാൻ ഒന്നുമില്ല. ഡോക്ടറെ ആക്രമിക്കുന്നു, സൂപ്രണ്ടിനെ ആക്രമിക്കുന്നു, മെഡിക്കൽ കോളേജുകളെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ള ദുർബലമായ പ്രതിരോധം, പുകമറ മാത്രമേ ഇന്ന് മന്ത്രിമാർക്ക് ഉയർത്താൻ കഴിയൂ. അതിലൊരു സംശയവും വേണ്ട. ഇനി നടക്കാൻ പോകുന്ന അന്വേഷണത്തിൽ കൂടിയാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. എല്ലാ വീഴ്ചകൾക്കും അവസാനം അന്വേഷണം നടത്തി പുറത്തു വരുന്നത് എല്ലാം വെള്ളപൂശിക്കൊണ്ടുള്ള റിപ്പോർട്ടുകളാണ്. സമീപകാലത്ത് ആശുപത്രികളുമായി ബന്ധപ്പെട്ടത് മെഡിക്കൽ നെഗ്ലിജൻസിലാണെങ്കിൽ, രോഗികളുടെ ജീവൻ നഷ്ടപ്പെട്ടതാണെങ്കിൽ, വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയതാണെങ്കിൽ, ഒരാശുപത്രിയിൽ ശസ്ത്രക്രിയ ഉപകരണം ഇല്ലാത്തതാണെങ്കിൽ, കെട്ടിടം പൊളിഞ്ഞു വീണതാണെങ്കിൽ, ഇതിലെല്ലാം അന്വേഷണം നടക്കും. അവസാനം വീഴ്ചയില്ലെന്നൊരു റിപ്പോർട്ട് വരും. എല്ലാം നമ്പർ 1 ആണെന്ന പ്രതിരോധം വരും. അത് കോട്ടയത്ത് ഇന്നലെ ഉണ്ടായ സംഭവത്തിലും ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം ശക്തമായി ആവശ്യപ്പെടുന്നത്. നമ്മൾ പ്രതിഷേധങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. തലസ്ഥാനത്ത് പ്രതിഷേധം കടുക്കുകയാണ്. മന്ത്രിയുടെ വസതിക്ക് മുൻപിൽ BJPയുടെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രതിഷേധമാണ് നടക്കുന്നത്. സലാം ബി ഹൈദ്രോസ് കൂടിയുണ്ട്. സലാം, പ്രതിഷേധങ്ങളിൽ മുങ്ങുകയാണ് തലസ്ഥാനം. സംസ്ഥാന വ്യാപകമായും പ്രതിഷേധം നടക്കുന്നു. തലസ്ഥാനത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോൾ മന്ത്രി വീണ ജോർജിനെതിരെ വലിയ സമര പരമ്പരയാണ് തലസ്ഥാന നഗരത്തിൽ നടക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് മന്ത്രി വീണയുടെ ഔദ്യോഗിക വസതിയിലേക്ക് BJPയുടെ മാർച്ച് നടന്നു. ഇപ്പോൾ മഹിളാ കോൺഗ്രസ് ആണ് ഇപ്പോൾ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അവർ ഇപ്പോൾ സമരം നടത്തുന്നത് മന്ത്രിയുടെ ഓഫീസായ സെക്രട്ടറി അനക്സിന് മുന്നിലാണ്. 2 ഗേറ്റിലും വലിയ പോലീസ് സന്നാഹമുണ്ട്. ഈ പോലീസിനെ തള്ളി മാറ്റി ഓഫീസിനകത്തേക്ക് കടക്കാനാണ് ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നത്. പക്ഷേ പോലീസ് ബലം പ്രയോഗിച്ച ഇവരെ തടയുകയാണ്. രണ്ട് ഗേറ്റുകളാണ് ഈ അനക്സിലേക്കുള്ളത്. 2 ഗേറ്റിനുള്ളിലും വലിയ പോലീസ് സന്നാഹമുണ്ട്. ഇപ്പോൾ പോലീസിനെ തള്ളി മാറ്റി അനക്സിനുള്ളിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. പക്ഷെ പോലീസ് നന്നായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമരം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് 2 മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഗേറ്റ് മുകളിലൂടെ ഓഫീസ് കോമ്പൗണ്ടിന് അകത്തേക്ക് കയറാൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ പോലീസ് അത് അനുവദിക്കുന്നില്ല.
ഏതായാലും സമരവുമായി കടുത്ത പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് നിമ്മി. സലാം സൂചിപ്പിച്ചതുപോലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി പ്രതിഷേധം എത്തുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. മന്ത്രിയുടെ വസതിക്ക് മുന്നിലും സമാനമായി പ്രതിഷേധം നടക്കുന്നു. BJPയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടക്കുന്നത്. തലസ്ഥാനം പ്രതിഷേധത്തിൽ മുങ്ങുന്നു. സംസ്ഥാന വ്യാപകമായി പലയിടത്തും മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ്. മന്ത്രിയുടെ ഓഫീസിലേക്ക് നടക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളിലേക്ക്. വലിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഗേറ്റ് മറികടക്കാൻ ശ്രമിക്കുന്നത് ഒരിടത്ത് കാണാം. യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ദൃശ്യങ്ങളിലുണ്ട്. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വസതിയിലേക്ക് BJP നടത്തുന്ന പ്രതിഷേധം കാണാം. മറുവശത്ത് അമ്മയെ നഷ്ടപ്പെട്ട, ഭാര്യയെ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ സങ്കടവും കാണാം ബിന്ദുവിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ. പ്രതിപക്ഷ നേതാവടക്കം ബിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നു. ഏതാണ്ട് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കാൻ പോവുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. 3 മണിക്കൂറിലേറെയായി പൊതുദർശനം തുടരുകയായിരുന്നു ബിന്ദുവിന്റെ